സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ വിഭാഗം ഏതാണ്? അവിടുന്ന് പറഞ്ഞ മറുപടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ള പറയുകയാണ്, സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് ഒരന്യ ആൾ വരുന്നതിനെ ഒരിക്കലും വിഷമത്തോടെ കാണാത്ത പുരുഷനാണ്. തന്റെ ഭാര്യയുടെ സൗന്ദര്യം മറ്റുള്ളവർ ആസ്വദിക്കുന്നത് ഒരു വിഷയമാക്കാത്തവൻ, തന്റെ ഭാര്യയുടെ നഗ്നതകൾ, അവളുടെ വീഡിയോകൾ, അവളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും കാണിക്കുന്നതും യാതൊരു മനോവിഷമവുമില്ലാതെ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ആളുകൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണ്? വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ അവിടെ മാറ്റി നിർത്തുന്നു എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നന്മ ചെയ്യാനുള്ള ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കണം. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വിശുദ്ധമായ മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് ബദറിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒരു പോരാട്ട ഭൂമികയല്ല അവർ ലക്ഷീകരിക്കുന്നത്. നബി സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ആയുധമുള്ളവർ അത് കയ്യിൽ വെക്കുക, നമ്മളൊരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. സ്വഹാബികൾ പലരും ഒരുങ്ങി പുറപ്പെട്ടു. അതിൽ മദീന നിവാസികളായ അൻസ്വാറുകളുണ്ട്, അതിൽ മക്കയിൽ നിന്ന് ഹിജറ വന്ന മുഹാജിറുകളുണ്ട്. എല്ലാവരും നബിയോടൊപ്പമുണ്ട്. അങ്ങനെ നബിയുടെ അടുക്കലേക്ക് ഒരു ഉപ്പയും 3 മക്കളും കടന്നു വരികയാണ്. ആ പിതാവിന്റെ പേര് അംർ ഇബ്നുൽ ജമൂഹ് എന്നായിരുന്നു. അംർ ഇബ്നുൽ ജമൂഹ് തന്റെ പ്രിയപ്പെട്ട മക്കളും കൂടെ നബിയുടെ അടുക്കൽ വന്നുകൊണ്ടൊരു പരിഭവം പറയുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോ ഞങ്ങളിതാ അങ്ങയോടൊപ്പം ഒരുങ്ങുകയാണ് നബിയെ. മക്കൾ പറയുകയാണ്, ഞങ്ങളുടെ ഉപ്പ എന്തിനാണ് അങ്ങയോടൊപ്പം പോരുന്നത്? ഉപ്പയുടെ തലമുടിയും താടിയും ഒക്കെ വല്ലാതെ നരച്ചു പോയിട്ടുണ്ട്. ഉപ്പ വല്ലാതെ പ്രായമേറിയ ആളാണ്. ഉപ്പായുടെ ഒരു കാലിന് നല്ല മുടന്തുണ്ട്, വേഗത്തിൽ നടക്കാൻ കഴിയില്ല. അംർ ഇബ്നുൽ ജമൂഹ് ഇങ്ങനെ പറയുകയാണ്. മക്കൾ അങ്ങനെ പറയുകയാണെങ്കിലും അങ്ങയോടൊപ്പം ആദ്യമായി അങ്ങനെ ഒരിടത്തേക്ക് പോരാൻ എനിക്ക് മോഹമുണ്ട് നബിയേ. റസൂലുള്ള പറഞ്ഞു, അംറേ, നിങ്ങൾ ഇപ്പോഴതിന് മുതിരല്ലേ? ഇപ്പോഴങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മേലിൽ നിർബന്ധമില്ലല്ലോ. ഒന്ന്, നിങ്ങൾ വയസ്സായ ആളാണ്. 2, നിങ്ങൾ കാലിന് മുടന്തുള്ളയാളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ വരേണ്ടതില്ല. മഹാനായ അംർ ഇബ്നുൽ ജമൂഹിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ 2 മക്കൾ 3 മക്കളാണ് ബദറിലേക്ക് പോയത്. ബദർ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബികളും വിജയികളായി തിരിച്ചു വന്നപ്പോ അംറിനെപ്പോഴും വല്ലാത്ത സങ്കടമാണ്. ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് ബദറിന്റെ കഥകൾ പറയുമ്പോ അംറിന്റെ കണ്ണുകൾ നിറയും. റബ്ബേ, എനിക്ക് ആ കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ. അംർ വല്ലാതെ നൊമ്പരപ്പെടും. ആളുകൾ അതിന്റെ മഹത്വങ്ങൾ പറയുമ്പോ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പദവികളെ കുറിച്ചുള്ള വചനങ്ങൾ ഇറങ്ങുമ്പോ അംറിന്റെ മനസ്സ് വല്ലാതെ പിടച്ചു പോകുന്നതാണ്. ഇനി ഒരവസരം വന്നാൽ ഒരാൾക്കും എന്നെ തടയാൻ കഴിയില്ല എന്ന് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോ ഉഹദ് രണാങ്കണത്തിലേക്ക് പോകുവാനുള്ള വഴി ഒരുങ്ങുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വീണ്ടും ഇതുപോലെ ആ കുടുംബം വരികയാണ്. പിതാവും മക്കളും കടന്നു വരികയാണ്. പിതാവിന്റെ നേരത്തെയുള്ള പരാതി വീണ്ടും അവിടുന്ന് ആവർത്തിച്ചു. മക്കൾ അവരുടെ പ്രതിരോധ വർത്തമാനങ്ങളും പറഞ്ഞു. നബി പറഞ്ഞു, അംറേ, നിങ്ങളോട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി വരുന്നത്? നിങ്ങൾക്ക് അവിടെ വീട്ടിലിരുന്നാൽ തന്നെ അല്ലാഹു വലിയ കൂലി നൽകുമല്ലോ. തന്റെ മുടന്തുള്ള കാലിലേക്ക് നോക്കിക്കൊണ്ട് അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഈ മുടന്തുള്ള കാലുകൊണ്ട് എനിക്ക് സ്വർഗത്തിലൂടെ ചവിട്ടി നടക്കണം നബിയേ. എനിക്ക് അല്ലാഹു രക്തസാക്ഷിത്വം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നീല അർജൂ അൻ അത്അബി ഉർജതിയൽ ജന്ന.
ഉഹുദിന്റെ പോരാട്ട ഭൂമികയിലേക്ക് അംർ റളിയല്ലാഹു അൻഹു തന്റെ മുടന്തുള്ള കാലുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. പോരാട്ടം കഴിഞ്ഞു. നബി തിരുമേനിക്കും സ്വഹാബികൾക്കും വലിയ ആഘാതമുണ്ടായി. 70 സ്വഹാബികൾ രക്തസാക്ഷികളായി. യുദ്ധം കഴിഞ്ഞ ശത്രുക്കളെല്ലാം തിരിച്ചു പോയപ്പോ ഉഹുദിന്റെ പോർക്കളത്തിൽ വെട്ടേറ്റ് പിടഞ്ഞു വീണ് ഷഹീദായ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഓരോരുത്തരുടെ മയ്യിത്തുകളും കണ്ടിട്ട് അവിടുത്തെ മുഖഭാവത്തിൽ വലിയ സങ്കടം അലതല്ലിയപ്പോ കണ്ണുനീരൊഴുകിയപ്പോ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള സ്വഹാബികളും വല്ലാതെ ദുഃഖിക്കുമ്പോ അങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഉടന്തുള്ള കൈയും കാലുമെല്ലാം വെട്ടിമുറിക്കപ്പെട്ട് ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഏൽക്കപ്പെട്ട് നീണ്ട വെളുത്ത താടിരോപങ്ങൾ ഇങ്ങനെ ചെഞ്ചായ മണിഞ്ഞു കിടക്കുന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത്. അവിടുന്ന് നിലത്തിരുന്നു, സ്വഹാബികളും നിലത്തിരുന്നു. ആ വൃദ്ധനായ മനുഷ്യന്റെ തല റസൂലുള്ള പൊക്കിയെടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഇത് അംർ ഇബ്നുൽ ജമൂഹിന്റെ മയ്യിത്താണ്. അംർ ഇബ്നുൽ ജമൂഹ് സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ ആ മുടന്തുള്ള കാലുകൊണ്ട് ചവിട്ടി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു തുള്ളി രക്തമൊഴുകിയാൽ നാളെ അയാൾ പരലോകത്തേക്ക് വരുന്നത്, മഹ്ശറിലേക്ക് വരുന്നത് കുങ്കുമത്തിന്റെ വർണ്ണവും കസ്തൂരിയുടെ ഗന്ധവുമായിട്ടാണെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവത്വം എന്നതിനൊരു പ്രായപരിധി നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല. അതിന്റെ പ്രാരംഭം മുതൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിശ്ചയിച്ച മരണത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത് വരെ ഊർജ്ജസ്വലരായി ജീവിക്കുക, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുക. ഇത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായ മാർഗം. പക്ഷേ അതൊരു സമയത്തിൽ മാത്രം കഴിയുന്ന ഒരു സംഗതിയല്ല. എനിക്കങ്ങ് പ്രായപൂർത്തിയായി, എനിക്കങ്ങ് യൗവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു, അതോടെ ഞാൻ അങ്ങ് നന്നാവാം എന്നൊരിക്കലും ഒരാൾക്കും കഴിയുന്ന സംഗതിയല്ല. അതിനാണ് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുള്ളത്. വളരുന്ന തലമുറക്ക് നമ്മൾ ആ നേരായ മാർഗം കാണിച്ചു കൊടുക്കണം. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും പോറ്റി വളർത്താൻ അവസരമുണ്ടാകാറുണ്ട്. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ കോഴികളെ വളർത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക പേരുടെയും 100% എന്ന് തന്നെ പറയാം, വീടുകളിൽ കോഴി ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ വീടുകളിലൊന്നും ഒരു കോഴിക്കൂട് വെക്കാനുള്ള സ്ഥലം തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. കോഴിയെ വളർത്തുന്ന ആളുകളൊക്കെ വളരെ അപൂർവമാണ്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകിയിരിക്കുന്ന ജീവിയാണ് കോഴി എന്ന് നമ്മളാരും ഓർക്കാറില്ല. ആ കോഴിയുടെ വിളിയാളം കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് ഹദീസുകളിൽ വരെ വന്ന കാര്യമാണ്. ഫഇന്നഹാ റഅത്ത് മലക്കൻ, അത് അള്ളാഹുവിന്റെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ആ കോഴിയുടെ ജീവിതം ഇങ്ങനെ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ആ കോഴിമുട്ടയുടെ മേലിൽ അടയിരിക്കും. എത്ര ദിവസമാണെന്ന് പഴയ സഹോദരിമാർക്കൊക്കെയാണ് കാര്യമായിട്ട് അറിയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3 ആഴ്ച എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഏതായാലും 20 or 21 ദിവസം കോഴി മുട്ടയുടെ മേലിൽ അടയിരുന്ന് ആ കോഴി ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറത്തിറക്കിയിട്ട് അതിങ്ങനെ വരുന്ന ഒരു രംഗം നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. കോഴി ഇങ്ങനെ വരും, എന്റെ സുരക്ഷിത വലയത്തിൽ നിന്ന് എന്റെ ഈ കുഞ്ഞുങ്ങളെ തൊടാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. അതിന്റെ ആ വരവിൽ തന്നെ ആ ഒരു ഗാംഭീര്യമുണ്ടാവും. ഒരു ശബ്ദത്തിലും അതിന്റെ ആ ചിറകുകൾ വിടർത്തുന്നതിലും ഒക്കെ ഒരു സുരക്ഷിതത്താണ് ആ കുഞ്ഞുങ്ങൾ. പിന്നീട് ആ കോഴി അതിനെ പരിശീലിപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ കാക്കയെ കണ്ടാൽ, പരുന്തിനെ കണ്ടാൽ, പിടികൂടാൻ വരുന്ന ആരെ കണ്ടാലും ആ കോഴി അതിന് ശബ്ദമുണ്ടാക്കി പഠിപ്പിച്ചു കൊടുക്കും. ദേ, നിന്നെ പിടിക്കാനാണ് വരുന്നത്, രക്ഷപ്പെട്ടോ. ചിറകുകൾക്കുള്ളിൽ അതിനെ സുരക്ഷിതമാക്കി നിർത്തും. ഓടി ഒളിക്കാൻ വേണ്ടി പറയും. ശത്രുവിനെ അത് പ്രതിരോധിച്ച് ഓടിക്കും. കണ്ടിട്ടില്ലേ? കാക്കയൊക്കെ വന്നാൽ, കോഴി സാധാരണ പറക്കാത്ത ജീവിയാണ്,
ചെറിയ രീതിയിൽ അതിന് പറക്കാൻ കഴിയൂ. കോഴി സാധാരണ അങ്ങനെ പറക്കുന്നത് കാണൽ എപ്പോഴാണ്? ഈ കാക്കയുടെ പിന്നാലെ അത് പറന്ന് കാണാം. ആ തള്ളക്കോഴി ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ പോയിട്ടിരിക്കുന്നു. ശത്രുവിനെ തള്ളക്കോഴി ഓടിക്കും. ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളുമായി തെങ്ങിന്റെ താഴ്ഭാഗത്ത് ചെല്ലുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിങ്ങനെ ചിക്കി അവിടെ വല്ല പ്രാണികളെയോ പുഴുക്കളെയോ കിട്ടിയാൽ ആ കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കും, ദേ ഇതാണ് നിന്റെ ഭക്ഷണം. അതിനെ എങ്ങനെ കഴിക്കണം എന്നാ തള്ളക്കോഴി കാണിച്ചു കൊടുക്കും. ആ കുഞ്ഞിന്റെ കൊക്കിലേക്ക് ആ പുഴുക്കളെ വെച്ച് കൊടുക്കും. വെള്ളം ആ ചെറിയ കൊക്കുകളിൽ ചേർത്ത് ആ കുഞ്ഞുങ്ങളുടെ കൊക്കിലേക്ക് ആ തള്ളക്കോഴികൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അതിനെ പരിശീലിപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ അവയുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി ആ കോഴിക്കുഞ്ഞുങ്ങളെ പക്വതയുള്ള കുഞ്ഞുങ്ങളാക്കി ആ തള്ളക്കോഴികൾ മാറ്റുകയാണ്. അങ്ങനെയാണത് ഗാംഭീര്യമുള്ള കുഞ്ഞുങ്ങളാകുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഓടിക്കും. ഓടാ, നീ നിന്റെ കാര്യം നോക്ക്, എന്റെ അടുത്ത് നിൽക്കാൻ പാടില്ല. ആ കുഞ്ഞുങ്ങളെ ഓടിച്ചോടിച്ചോടിച്ച് അവയൊക്കെ സ്വയം പര്യാപ്തരാക്കി മാറ്റും. പഴയ കാലത്ത് ഉമ്മമാരെന്ത് ചെയ്യുന്നറിയോ? ഈ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെ 7 or 8 ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോഴുണ്ടാവും നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ തലയിൽ കൊട്ടയിലൊക്കെ ഏറ്റിയിട്ട് ഇങ്ങനെ വരും. ഞാൻ വിളിയൊന്നും ഇപ്പൊ ഞാൻ അവിടെ വിളിക്കുന്നില്ല. ഇവിടെ ഉണ്ടാവാറില്ലേ? നല്ല കളർ വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ. ഒരു ഗൃഹാതുര ഓർമ്മകളാണ് നമുക്ക്. അപ്പൊ ഉമ്മമാരെന്ത് പറയും? 2 കുഞ്ഞുങ്ങളെ വാങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളോടൊപ്പം അവരെയും വിടും. തള്ളക്കോഴിക്കറിയത് എന്റെ കുഞ്ഞുങ്ങളല്ല. ഏതായാലും അവയുടെ കൂടെ അവരും വളരും. പെട്ടെന്ന് കാക്ക പിടിച്ചു കൊണ്ടുപോകുക ഈ കുഞ്ഞുങ്ങളെ. അങ്ങനെ അഥവാ ഇത് വളർന്ന് വലുതായാൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? അളിയൻ പഴയ കാലത്ത് വീട്ടിലേക്ക് വരുന്നു വന്ന ഉമ്മ പറയും, എടാ കോഴിനെ പിടിക്ക്. പടച്ചോനെ, എന്തൊക്കെ തന്ത്രങ്ങളായിരുന്നു അല്ലേ നമ്മളൊക്കെ പ്രയോഗിച്ചിരുന്നത്. കോഴിയുടെ പിന്നാലെ അവിടുന്ന് ഓടുന്നു, ഇവിടുന്ന് പോകുന്നു. അവസാനം മൂപ്പര്, എടാ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ, ഞാൻ നിന്നെക്കാളും മികച്ച ആളാണെന്ന് പറഞ്ഞിട്ട് തെങ്ങിന്റെ മണ്ടയിലൊക്കെ കോഴികൾ ഒറ്റ പോക്കാണ്, കയറിയിരിക്കും, കിട്ടൂല. എന്നാൽ ഈ കുഞ്ഞ് വളർന്നിട്ടുണ്ടെങ്കിലോ ഒരു പ്രശ്നമല്ല. നമ്മളിങ്ങനെ ചെന്നാൽ വേഗത്തിൽ അവയെ പിടികൂടാൻ കഴിയും. ഇനി നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അഥവാ നാളത്തെ തലമുറ, നാളെ യുവാക്കളും യുവതികളുമായി വളർന്നു വരേണ്ട കുഞ്ഞുങ്ങൾ, ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്നവരെ സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ അവർക്ക് സമ്മാനിച്ചാൽ മാത്രമേ, നമ്മൾ അവർക്ക് നൽകിയാൽ മാത്രമേ അവർ ഉന്നതരാവുകയുള്ളൂ, അവർ ഊർജ്ജസ്വലരാവുകയുള്ളൂ. നമ്മൾ അവർക്ക് അവരുടെ ആ ചെറുപ്പകാലത്ത്, അവരുടെ ആ 15 വയസ്സ് വരെയുള്ള കാലത്ത് നീണ്ടു നിൽക്കുന്ന നിരവധിയായ പരിശീലനങ്ങൾ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാക്കയെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് പോലെ, ശത്രുവിനെ ആട്ടിയകറ്റുന്നത് പോലെ, ആ കുഞ്ഞിന് സുരക്ഷിതത്വം നൽകുന്നത് പോലെ, ആ കുഞ്ഞിന് നൽകേണ്ട സ്വഭാവ സംസ്കരണങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വല്യമ്മമാരെ, വല്യപ്പമാരെ, നമ്മൾ നൽകുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമാണ്. അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ നന്മ നിറഞ്ഞവരാവും. അങ്ങനെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളിലുള്ള തിന്മകളാ രക്ഷിതാവ് തടഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടാകും. നിങ്ങളുടെ ശരീരത്തിലും രൂപത്തിലും ഭാവത്തിലും ആ ഈമാനികമായ ചൈതന്യം തുടികൊട്ടുന്നതായിരിക്കും. മദീനയുടെ ഒരു ചിത്രം നോക്കൂ നിങ്ങൾ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിരിക്കുകയാണ്. നബിയെ കാണാൻ വേണ്ടി ഓരോരുത്തർ വരുന്നു. ആ രംഗം പല സ്വഹാബികളും പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നപ്പോൾ നബിയെ കാണാൻ വേണ്ടി ചൊല്ലാൻ ഞാൻ തീരുമാനിച്ചുവെന്ന് അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരാള് വന്നിരിക്കല്ലേ, എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം എന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ നബിയെ കാണാൻ വേണ്ടി ചെന്നു.
അവിടുന്ന് ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. കുറേ ആളുകൾ നബിയുടെ ചുറ്റുഭാഗത്തുണ്ട്. ഞാൻ നബിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അറഫ്തു, എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. ഹബീബായ നബിയുടെ മുഖം ഒരു നുണ പറയുന്ന ആളുടെ മുഖമല്ല എന്നെനിക്ക് മനസ്സിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടുത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ അവിടുന്ന് തന്റെ ചുറ്റുഭാഗത്തുള്ള സഹാബികളോട് ഇങ്ങനെ ഓരോ കാര്യം പറയാൻ. ഓ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം സലാം പറയണേ. അഫ്ഷുസ്സലാം. ജനങ്ങളെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കണേ. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണേ എന്ന് തന്റെ ചുറ്റുപാടുകളിലുള്ള ആളുകളോട് മുഹമ്മദുർ റസൂൽ മദീനയിലെത്തിയ പാടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അബ്ദുല്ലാഹ് ഇബ്നു സലാം പറയാൻ. അങ്ങനെ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നു. കുറെ ആളുകൾ വന്നു. അങ്ങനെ ഒടുവിൽ ഒരാൾ വന്നു. ആ ആള് മറ്റാരുമല്ല, ആ ആളുടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു. അവർ അറിയപ്പെട്ടിരുന്നത് റുമൈസ എന്ന മറ്റൊരു പേരിലാണ്. റുമൈസ എന്നും അവർക്ക് പേരുണ്ട്. അവരുടെ ഉപ്പ, അവരുടെ ഭർത്താവ് അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുലകുടിയിലൂടെ ഒരു ബന്ധമുള്ള സ്വഹാബി വനിത കൂടിയാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കലേക്ക് സമ്മാനവുമായിട്ട് വരികയാണ്. എന്താണ് ആ സമ്മാനം? ആ സമ്മാനം മറ്റൊന്നുമല്ല, ആ സമ്മാനം തന്റെ പ്രിയപ്പെട്ട മകനെയാണ് സമ്മാനമായി നൽകുന്നത്. നബിയേ, അങ്ങേക്ക് സമ്മാനമായി തരാൻ എന്റെ കയ്യിൽ ഈ 10 വയസ്സുള്ള മകനല്ലാതെ മറ്റൊന്നുമല്ല. ഇവനെ അങ്ങ് സമ്മാനമായി സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്. തന്റെ 10 വയസ്സുള്ള അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന പൊന്നുമോനെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തിന് വേണ്ടി സമ്മാനിക്കുകയാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അതൊരു സമർപ്പണമാണ്. അത് മദീനയുടെ മനോഹരമായ ഒരു ചിത്രമാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ 10 വയസ്സുകാരനായ ഒരു കുഞ്ഞിന് നോക്കിക്കാണാൻ കഴിഞ്ഞു. ആ കുഞ്ഞിലൂടെ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന നിരവധി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. മുഹമ്മദുർ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഖാദിമായി അനസ് റളിയല്ലാഹു അൻഹു മാറി എന്ന് മാത്രമല്ല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ ലഭ്യമായി, ഒരുപാട് സതുപദേശങ്ങൾ ലഭ്യമായി, മാതൃകകൾ അനസ് റളിയല്ലാഹു അൻഹു പകർത്തി എന്ന ബർക്കത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്തായിരുന്നു അത്? ഒന്ന്, സ്വഹാബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ച സ്വഹാബിമാരിൽ ഒരാൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവാണ്. പ്രായം കൊണ്ട് അല്ലാഹു ബറക്കത്ത് ചെയ്തു. രണ്ടാമതായി, സ്വഹാബികൾക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാൾ മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുകയാണ്. സമ്പത്തിലും ആയുരാരോഗ്യത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്ത അനുഭവം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. ഇത് അതേപടി പകർത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന്റെ മറ്റൊരു രൂപം പുതിയ തലമുറയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മാരും ബാപ്പാരും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും കാണാറുള്ളത് ആ ഒരു സ്വഭാവമുള്ളവരായിട്ടാണ്. എന്താ കാര്യം? 10 വയസ്സിലാണ് നിങ്ങളിൽ നിന്ന് വിളിപ്പാടകലയുള്ള ബഹുമാനപ്പെട്ട ദാറുൽ ഹുദായിലേക്ക് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നെ പറഞ്ഞേക്കുന്നത്. അന്ന്
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ മഹദിയായ ഉമ്മു സുലൈം എങ്ങനെയാണോ ഏൽപ്പിച്ചത്, അതുപോലെ ദീന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അടുക്കൽ, മുദരിസ്മാരുടെ അടുക്കൽ, പണ്ഡിതന്മാരുടെ അടുക്കൽ, കോളേജുകളിൽ ഹിഫ്ള് പഠിക്കുന്നിടത്ത്, ഖുർആൻ മനപ്പാഠമാക്കുന്നിടത്ത് നിങ്ങളുടെ മക്കളെയും പേരക്കിടാങ്ങളെയും നിങ്ങൾ പറഞ്ഞേക്കുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള മോഹം അതല്ലയോ? എന്ത്? എന്റെ കുഞ്ഞ് നന്നാവണം, ഇവൻ മാതൃകായോഗ്യനാവണം, ഇവൻ ഈ ഭൗതികമായ ചുറ്റുപാടുകളിലുള്ള ഒരു തിന്മകളിലും പെടാതെ വളരണം. കരളിൽ വല്ലാത്ത വേദനയുണ്ട്, മനസ്സ് വല്ലാതെ പൊട്ടുന്നുണ്ട്. കാരണം 10 വയസ്സുള്ള കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുകയാണ് ഉമ്മ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് അല്ലാഹു തആല എന്ത് സമ്മാനമാണ് നൽകിയത്? എന്താ നൽകിയത്? ദഖൽതുൽ ജന്ന, വിശുദ്ധമായ മദീനയിലെ മസ്ജിദിലിരുന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരു കഥ പറയുകയാണ്. എന്റെ സഹോദരി, അവിടുന്ന് ഞാൻ സ്വർഗത്തിലേക്ക് പോയ അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കടന്നു. ഫഇദാ ഫീഹി റുമൈസ, ആ സ്വർഗത്തിൽ ഞാൻ റുമൈസയെ കണ്ടു. ആരാണ് റുമൈസ? ഇംറഅതു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ കണ്ടുവെന്ന്, സ്വർഗത്തിൽ ഞാൻ കണ്ടുവെന്ന് റുമൈസ ബീവി ജീവിച്ചിരിക്കുമ്പോ വിശുദ്ധമായ മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വെറുതെ കിട്ടിയ ഒരു സമ്മാനമല്ല. എന്നാ നമ്മളുടെ മക്കളോ? ഇരിക്കുന്നവരുടെ മക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുതിയ തലമുറയിലെ മക്കൾ എന്തുകൊണ്ടാണ് ഫ്രീക്കന്മാരായി വളരുന്നത്? ആരാണ് ഇതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത്? എന്താണ് നമ്മളുടെ പുതിയ കുട്ടികളെ സ്വാധീനിക്കുന്നത്? എന്തുകൊണ്ടാണ് സിനിമകൾ അവരെ വല്ലാതെ സ്വാധീനിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മൊബൈൽ ഫോണുകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്തവരായി നമ്മുടെ പിഞ്ചു മക്കൾ പോലും മാറിയത്? ചിന്തിച്ചു നോക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മളുടെ 3 വയസ്സായ കുഞ്ഞിന് അവര് കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ കുഞ്ഞു വിരലുകൾ കൊണ്ട് തേടാൻ കഴിയുന്നത്? നമ്മൾ പറയും അത് ലോകത്തിന്റെ മാറ്റമാണ്. സാങ്കേതിക വിജ്ഞാനങ്ങൾ പുതിയ തലമുറക്ക് നന്നായിട്ട് അറിയാം, നമുക്കത്ര അറിവില്ല. 3 വയസ്സുള്ള 2.5 വയസ്സുള്ള കുട്ടിക്ക് യൂട്യൂബിൽ കാർട്ടൂൺ ചിത്രങ്ങൾ കാണാൻ, സ്വയം അത് തെരഞ്ഞെടുക്കാൻ കഴിയും എന്ന് പറയുന്നത്, ഞാനിപ്പോ നിങ്ങളോടൊന്ന് കൈവക്കാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കൊക്കെ ആ കഴിവ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി ഒരു 30 വയസ്സാകുമ്പോഴേക്ക് എന്തായിരിക്കും അവന്റെ മനസ്സും ചിന്തയൊക്കെ? ഫ്രീക്കന്മാരായി നമ്മുടെ മക്കൾ വളരുമ്പോ ഉണ്ടാകുന്ന കാര്യം എന്താണ്? ക്ഷമ കുറഞ്ഞവരായി നമ്മുടെ പ്രിയപ്പെട്ട പുതിയ മക്കൾ മാറുന്നു. ഞാൻ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചാൽ നിങ്ങൾ എന്നോട് പണങ്ങരുത്. ദേഷ്യക്കാർ, ഭീകരത പ്രകടിപ്പിക്കുന്നവർ, കഠിനമായ കോപം പ്രകടിപ്പിക്കുന്നവർ, മക്കൾ പുതിയ കോപക്കാരായി മാറുന്നു. അവരുടെ നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ അങ്ങനെയുള്ള ദേഷ്യമല്ല പുതിയ മക്കളിൽ കാണാൻ കഴിയുന്നത്. കാരണം അവര് ഓർമ്മ വെച്ച സമയം മുതൽ അവരുടെ ചിന്തയും അവരുടെ ഓർമ്മകളും ഈ ഒരു ലോകത്ത് ഇങ്ങനെ തളച്ചിടപ്പെടുകയാണ്. ആ ലോകത്തിനപ്പുറത്തുള്ള ലോകത്തിന്റെ ഒരു നന്മയെയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഫ്രീക്കന്മാർ എന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പുതിയ മക്കളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള യുവാക്കളിൽ, നിങ്ങളുടെ നാട്ടിലുള്ള യൗവനങ്ങളില് കയ്യിൽ വളയിട്ട് നടക്കുന്ന, കഴുത്തിൽ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ചെയിൻ ധരിക്കുന്ന, മുടിയൊക്കെ വല്ലാതെ വളർത്തി അതൊക്കെ ഇങ്ങനെ ഒരു തരം വിലക്ഷണമായ രൂപത്തിൽ കാണിക്കുന്ന പുതിയ കുട്ടികളുണ്ടോ? ഇതൊക്കെ ഇന്നിങ്ങനെ പരസ്യമായി പറയുമ്പോൾ നമുക്ക് വലിയ അപകടവും വല്ലാത്ത ഒരു അപകർഷതാബോധമൊക്കെ തോന്നേണ്ട ഒരു കാലമാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഞാനിത് മുഅ്മിനീങ്ങളോട് ഉപദേശിക്കുകയാണ്. ഓരോരുത്തർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള വസ്ത്രധാരണം, അവരുടെ മുടി, മുഖം, താടി, അതിന്റെ ഒരു ശൈലി നിശ്ചയിച്ചിട്ടുണ്ട്.
എല്ലാവരും ഒരേപോലെ ഞാൻ ഈ ധരിക്കുന്നത് പോലെയുള്ള ജുബായും മുണ്ടോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. വെള്ള വസ്ത്രം ധരിക്കും, അത് ഞാൻ ധരിച്ച രൂപത്തിലാവൂല, നമ്മുടെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ ധരിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പാന്റും ഷർട്ടും ധരിക്കുന്നത് ഓരോരുത്തരും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും. തലയിലുള്ള തൊപ്പി അങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ സഹോദരിമാർ ധരിച്ചിരിക്കുന്ന അവരുടെ പരമ്പരാഗതമായ വസ്ത്രധാരണാ രീതി അങ്ങനെയായിരിക്കും. എന്നാലോ നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞുങ്ങളിൽ, നമ്മൾ ഇന്ന് കാണുന്ന കുട്ടികളിൽ എങ്ങനെയാണ് അവരുടെ കൈകളിലേക്ക് മറ്റുള്ള നമ്മൾക്ക് സാധാരണ കാണാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വല്ലാത്ത ഒരു മാനസികമായ ഒരു അരോചകമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ മുദ്രാവാക്യം എന്താണ്? ഇതിന്റെ ഫ്രീഡാണല്ലോ, ഞാൻ കയ്യിൽ വളരണോ, ഞാൻ കഴുത്തിൽ വെള്ളിയുടെ മാല ഇടണോ, ഇതെന്റെ ഫ്രീഡാണല്ലോ, ഞാൻ മുടി വളർത്തണോ. ഈ അടുത്ത് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. ഒക്കെ വലിയ അപകടമാണ്. കാരണം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ വെറുപ്പോടെ കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബർമാർ, വ്ളോഗർമാര് നമ്മളുടെ കുട്ടികളുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നത്. അതിലൊരു കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്നറിയോ? ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് നിയമവിധേയമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയമം എന്താണ്? ആ കുട്ടി ഒരൊറ്റ മറുപടിയാണ്. എന്താണ്? രണ്ട് കുട്ടികളുണ്ട്, രണ്ട് ചെറിയ കുട്ടികളാണ്, ഒരു 14-15 വയസ്സുണ്ടാവും. അവര് പറയണത് എന്താണെന്നറിയോ? കഞ്ചാവ് നിയമവിധേയമാക്കണം. ബാക്കിയുള്ളതെല്ലാം നിയമവിധേയമായിട്ടുണ്ട്. ഇനി അതും കൂടെ അതിന്റെ പേരിൽ പരിഹസിക്കപ്പെടാൻ പാടില്ല, അതിന്റെ പേരിൽ അകറ്റി നിർത്തപ്പെടാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ പറയുന്ന ഈ സ്വഭാവങ്ങളുണ്ടല്ലോ, അവരുടെ വസ്ത്രധാരണം, ആ വസ്ത്രത്തിൽ അവർ മാന്യത പുലർത്താത്തവരായ രൂപത്തിൽ കീറിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോ, കൈകാലുകളിൽ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടുള്ള ചെയിനുകളും വളകളും ഒക്കെ ധരിക്കുമ്പോ, അവരുടെ തലമുടികളൊന്നും നമ്മുടെ നാടിനോടും ദീനിന്റെ സംസ്കാരങ്ങളോടും യോജിക്കാത്ത രീതിയിൽ അവരൊരു പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലുമാക്കി അവർ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സ് വിശുദ്ധമല്ല എങ്കിൽ, ആ മനസ്സിൽ അവരുടെ വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് എങ്കിൽ, അത്തരം കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ അപകടം മാത്രമല്ല, നമ്മളുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ അത് തകർത്തു കളയും. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള കുട്ടികൾ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നത്? ഹെൽമെറ്റ് ധരിക്കൂല അവര്. ചോദിച്ചാൽ അവരെന്താ പറയാ? അത് മുടിക്ക് പ്രയാസമാണ്, അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കൂല. അവര് വലിയ ദേഷ്യക്കാരാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ അമിതമായ വേഗതയിൽ യാത്ര ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എത്ര വിഷമമാണ്. അവരുമായിട്ട് ഏതെങ്കിലും ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. പുതിയ കുട്ടികൾ, ഞാൻ എല്ലാ കുട്ടികളെയും ആക്ഷേപിക്കല്ല, എന്റെ കുട്ടികളെ നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളുടെ മക്കൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ പറയുന്നത്. ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഗതി കുട്ടികളുടെ മനസ്സിൽ വരുന്നില്ല. കുട്ടികൾ ഭയക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം. പക്ഷെ മനുഷ്യനാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു വ്യവസ്ഥയും നിയമമൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ റോഡിലൂടെ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര നിയമങ്ങളും കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്, അല്ലേ? അതിന് നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ഒരു റോഡിലൂടെ എന്തിനേറെ പറയണം, റോഡ് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പൊ ഈ വീടിനെ സംബന്ധിച്ച് ആ വീട് ആ കോലത്തിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ, എന്തെല്ലാം നൂലാമാലകൾ, അതിന്റെ നിർമ്മാണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഇത് ആ വീടിന്റെ നിർമ്മാണത്തിലും റോഡിലൂടെയുള്ള സഞ്ചാരത്തിലും മാത്രമല്ല, ഇത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ നിർമ്മാണത്തിൽ, ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കപ്പെട്ടാൽ മാത്രമേ അവൻ അതിന്റെ ഗുണമുണ്ടാവൂ, അവന്റെ മാതാപിതാക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവൂ, അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവുകയുള്ളൂ. വ്യവസ്ഥാപിതമായി സദാചാര മൂല്യത്തോടെ മുന്നോട്ട് പോകുവാൻ ആ പ്രിയപ്പെട്ട തലമുറക്ക് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണേ,
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മദീനയിൽ ഇതിനേക്കാൾ കഠിനമായ ഒരു തലമുറയായിരുന്നു അഭിമുഖീകരിച്ചത്. മക്കയിലും വ്യത്യസ്തമായിരുന്നില്ല. തമ്മീലടിച്ചും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആ മാതൃക നമ്മൾ പിൻപറ്റുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്താണ്? പുതിയ തലമുറക്ക് മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായ സ്നേഹം ലഭ്യമാവണം. ചെറുപ്പം മുതലേ അവരുടെ വളർച്ച നമ്മൾ ഇങ്ങനെ നോക്കിക്കാണണം. മാതാപിതാക്കൾ വളരെ കൃത്യമായി ഈ കാലഘട്ടത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മക്കളുടെ പ്രായം, അവർ വളരുന്നതിന്റെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ, അവർ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കരണങ്ങൾ, അവർ കാണാൻ സാധ്യതയുള്ള ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി അറിവുള്ളവരാകണം. എന്നിട്ട് ആ മക്കൾ തിന്മകളിൽ പെടാതിരിക്കാനും ആ മക്കളുടെ വ്യക്തിത്വം വികസിച്ച് അവർ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുവാനും ആവശ്യമായ ഗംഭീരമാർന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഉമ്മയുടെയും ഉപ്പയുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്.